മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ജീവിത സാഹചര്യങ്ങളെ തൻ്റെ ശൈലിയിലൂടെ അവതരിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള അതുല്യ കലാകാരനായിരുന്നു ശ്രീനിവാസൻ. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ വെള്ളിത്തിരയിൽ വിവിധ വേഷങ്ങളിൽ ശ്രീനിവാസൻ തിളങ്ങി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സാമൂഹ്യ വിമർശനങ്ങൾ ഉന്നയിച്ചും ശ്രീനിവാസൻ സിനിമകൾ മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ ശ്രീനിവാസൻ സിനിമകളിലെ സംഭാഷണങ്ങൾ ഉപയോഗിക്കാത്ത മലയാളികളില്ലെന്ന് തന്നെ പറയാം. മലയാള സിനിമയിൽ ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത ഈ അതുല്യ പ്രതിഭയുടെ വേർപാട് കുടുംബത്തിനെയും സഹപ്രവർത്തകരെയും ഒക്കെ നൊമ്പരത്തിലാക്കിയിട്ടുണ്ട്. ശ്രീനിവാസൻ അവസാനമായി കാണാൻ എന്നും തൻ്റെ പ്രിയപ്പെട്ടവരായ മോഹൻലാലും മമ്മൂട്ടിയും ആദ്യം ഓടിയെത്തി. എന്നാൽ എന്തുകൊണ്ട് ജയറാം എത്തിയില്ല എന്ന ചോദ്യം പലയിടത്തു നിന്നും വന്നു. ശ്രീനിവാസൻ്റെ മരണശേഷം നടൻ ജയറാമിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കും വന്നിരുന്നു. ഇപ്പോഴത്തെ ഇക്കാര്യത്തിലുള്ള ജയറാമിൻ്റെ പ്രതികരണമാണ് വൈറലാകുന്നത്. ദിവസങ്ങളായുള്ള ഷൂട്ടിംഗ് തിരക്ക് കാരണമാണ് തനിക്ക് പോകാൻ പറ്റാത്തതെന്നും ഈ ഷൂട്ട് നിർത്തിപ്പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നുവെന്നും അല്ലെങ്കിൽ തീർച്ചയായും താൻ പോയേനെ എന്നും ജയറാം പറയുന്നു. ഇവിടെ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്നത് കൊണ്ട് അത് നിർത്തിപ്പോകാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തീർച്ചയായും പോയേനെ. മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും സങ്കടമാണ് ജയറാം പറയുന്നു. എന്നാൽ ഈ വീഡിയോ കൂടി വന്നതോടെ വിമർശനങ്ങളും കൂടി. പാർത്ഥിബൻ ഫ്ലൈറ്റ് പോലും ഇല്ലാഞ്ഞിട്ട് റിസ്ക് എടുത്തു വന്നു. താങ്കൾ ആദരാഞ്ജലികൾ പോലും ഇട്ടിട്ടില്ല. 24 മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല. വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു. വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ.